ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നിൽക്കുന്ന നമ്മളെ കണ്ണൂർ ജില്ലയിൽ ഇതാക്കണ കരുവഞ്ചാലിന് നടുവിൽ പോണ റൂട്ടിലാണ് ഉള്ളത് കേട്ടോ. അപ്പൊ ഇവിടെ ഇതാക്കണ വായാട്ടുപറമ്പ് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ 50 സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് 12 സ്ഥലം വരുന്നത് അവിടെയാണ് കേട്ടോ. 50 സെന്റ് സ്ഥലം അതിനകത്ത് 2100 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഒക്കെ ഉള്ള നല്ലൊരു വീടും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ട് വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയോട്ടോ. പിന്നെ നിങ്ങളെ വീടോ സ്ഥലം പ്രോപ്പർട്ടി കൊടുക്കുകയാണെങ്കിൽ അതിന് താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ എളുപ്പം വിളിച്ചോളി. അപ്പൊ നമുക്ക് സ്ഥലത്തിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് പോയോക്കാം. നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പളേ വഴി സൗകര്യം ഒന്ന് പറഞ്ഞു കൊടുത്താ ആയിക്കോട്ടെ, പറഞ്ഞുതരാം. അപ്പൊ ഈ റോഡ് വരുന്ന കരുവഞ്ചാലിന് നേരെ നടുവിൽ പോണ റൂട്ടാണ്. കരുവഞ്ചാലിന് ഏകദേശം 2 കിലോമീറ്റർ ദൂരമാണ് വരുന്നത്. പിന്നെ വായാട്ടുപറമ്പ് എന്നാണ് ഈ ഒരു സ്ഥലത്തിന്റെ പേര് കേട്ടോ. നിങ്ങൾ കണ്ണൂരിൽ നിന്നൊക്കെയാണ് വരുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 45 കിലോമീറ്റർ ദൂരമാണ് വരുന്നത്. അതേപോലെ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ അവിടെ നിന്ന് ഒരു 44 കിലോമീറ്റർ ദൂരമാണ് കേട്ടോ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ നമുക്ക് കണ്ണൂരാണ്. കണ്ണൂർക്ക് 45 കിലോമീറ്റർ തന്നെയാണ്. പിന്നെ നമുക്ക് ഈ ഒരു സ്ഥലം വരുന്നത് സ്ഥലത്തിന്റെ പഞ്ചായത്ത് വരുന്നത് നടുവിലാണ്. അതേപോലെ വില്ലേജ് വരുന്നത് വെള്ളാട് വില്ലേജിലാണ് കേട്ടോ. അപ്പൊ ബസ്സൊക്കെ ഇഷ്ടംപോലെ കേട്ടോ. നടുവിൽ വായാട്ടുപറമ്പ് ശ്രീകണ്ഠാപുരം അരക്കോട് പോണ റൂട്ടാണ് കേട്ടോ. അപ്പൊ അങ്ങോട്ട് പോണ ബസ്സാണ്. എവിടെയെങ്കിലും പോകണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങോട്ട് റോഡിലോട്ട് ഇറങ്ങി നിന്നാൽ മതി. എപ്പോഴും ബസ് ഉള്ളതാണ്. അപ്പൊ ഇങ്ങോട്ട് എത്തിപ്പെടാനുള്ള വഴി സൗകര്യം നമുക്ക് മനസ്സിലായി കാണും വിചാരിക്കും. ഇപ്പൊ വലിയ ഹൈവേന്റെ സൈഡിലൊക്കെ വീടൊക്കെ വെച്ച് താമസിക്കാനൊക്കെ താല്പര്യമുള്ളവർക്കൊക്കെ എടുത്തിടാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. അപ്പൊ ഇനി പ്ലോട്ടിലോട്ട് പോണ വഴി ഒന്ന് കാണിച്ചാൽ ഈ റോഡ് നേരെ വീടിന്റെ മുറ്റത്തേക്ക് ചെല്ലണാണ്. ഇതാ കോൺക്രീറ്റ് റോഡാണ് കേട്ടോ. ഏത് വണ്ടി വേണമെങ്കിലും നേരെ മുറ്റം വരെ എത്തണാണ് കേട്ടോ. വലിയ റോഡ് തന്നെയാണ്. എല്ലാ വണ്ടിയും പോകും. അപ്പൊ നമ്മളെ സ്ഥലത്തിന്റെ അതിര് ഇവിടുന്നാണ് വരുന്നത് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് മേലേക്ക് കിടക്കുകയാണ്. മൊത്തം 50 സെന്റ് സ്ഥലമാണ്. അതിനകത്തൊരു 2100 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ടുള്ള എല്ലാവിധ സൗകര്യത്തോട് കൂടിയിട്ടുള്ള നല്ലൊരു വീടും ഉണ്ട്. അപ്പൊ ഇനി ഇതാക്കുന്ന അടുത്ത അവിടേക്ക് ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അയൽവാസികളൊക്കെ ഇഷ്ടം പോലെ വീടുകളുണ്ട് കേട്ടോ. പിന്നെ കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റ് ഒക്കെ ഇതാക്കുന്നത് ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉണ്ട്, ഫ്രണ്ട് തന്നെ ഉണ്ട്. ഇങ്ങോട്ടൊക്കെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് വീടുകളുള്ള ഏരിയ ആണ്. അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ട് കിടക്കുകയാണ്. നമ്മളെ വീട് വരുന്നത് കാണുന്നത് അവിടെയാണ് കേട്ടോ വീട് വരുന്നത്. അപ്പൊ ഇതിന്റെ അതിരും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞില്ല. ഇനിയിപ്പോ വേണമെങ്കിൽ ഇതിനകത്ത് നിലവിൽ ഇപ്പൊ ഒരു വീടുള്ളതാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് 2 വീടും കൂടി വെക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. അതുപോലെ നമുക്ക് മേലെ ഭാഗത്തോ പോലെ ഒരു വീട് വെക്കാനുള്ള സൗകര്യം ഉണ്ട്. എപ്പോഴും വിറ്റ് നല്ല മാർക്കറ്റുള്ള സ്ഥലമാണ്. ഹൈവേ സൈഡ് ആയതുകൊണ്ട് മാർക്കറ്റുള്ള ഒരു ഏരിയയും കൂടിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല കച്ചവടം കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും. പെട്ടെന്ന് ഇപ്പൊ ഒരു ഫാമിലിയിൽ ഇപ്പൊ 2 വീട് വേണമെന്നുണ്ടെങ്കിൽ ചേട്ടനും അനിയനൊക്കെ വീട് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഭാവിയിൽ ഇത് വേണമെന്നുണ്ടെങ്കിൽ പ്ലോട്ടായിട്ട് കൊടുക്കാനുള്ള സൗകര്യത്തിന് അത്രയും മാർക്കറ്റുള്ള സ്ഥലമാണ്. കാരണം സ്കൂളുണ്ട്, പള്ളിയുണ്ട്, അമ്പലമുണ്ട് എന്ന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് അടുത്ത് തന്നെ ഉണ്ട്. ഓരോന്നോരോന്ന് നമുക്ക് വഴിയെ ഓരോന്ന് പറഞ്ഞുതരാം അല്ലേ? അതെ. അപ്പൊ ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള വീട് കേട്ടോ. ഈ ഒരു വീട്ടിലോട്ടുള്ള വെള്ളത്തിന്റെ സൗകര്യമൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ഇങ്ങോട്ട് നോക്കിക്കേ, നമുക്ക് ബോർവെല്ലാണ് വരുന്നത്. ഫുൾ ടൈം വെള്ളമുള്ളതാണ്. ഇഷ്ടം പോലെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ബോർവെല്ലാണ് ഇതിനകത്തുള്ളത് കേട്ടോ. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അല്ലേ? എപ്പോഴും ഫുൾ ടൈം വെള്ളവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ നോക്കിയാൽ വീടിന്റെ മുറ്റത്തോട്ടൊക്കെ വരുമ്പോ ഇഷ്ടം പോലെ സൗകര്യം ഉണ്ടോ. വണ്ടിയൊക്കെ 2-3 വണ്ടിയൊക്കെ നിർത്താൻ സൗകര്യത്തിന് ഒരുപാട് സ്ഥലം ഉണ്ട്. നോക്കിയാൽ ഇവിടെ വേണേൽ വണ്ടി നിർത്താം. അതുപോലെ നേരെ ഇങ്ങോട്ട് പോർച്ചിൽ കൊണ്ടുവന്ന് നിർത്താം. പോർച്ചൊക്കെ ഫുള്ള് ഡ്രസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക്. പിന്നെ ഈ ഒരു ഭാഗത്തും രണ്ട് വണ്ടിയൊക്കെ എന്തായാലും സുഖമായിട്ട് പാർക്ക് ചെയ്യട്ടോ. പിന്നെ ഇങ്ങോട്ട് ഈ ഒരു ഭാഗത്തോട്ട് വരികയാണെങ്കിൽ നമുക്ക് മുറ്റത്തിന്റെ സൈഡെല്ലാം ഫുള്ള് കെട്ടിയിട്ടുള്ളതാണ്. അതുപോലെ മിറ്റം എല്ലാം ഫുള്ള് ഇന്റർലോക്ക് എല്ലാം ചെയ്ത് നല്ല നീറ്റ് ആക്കിയിട്ടുള്ളതാണ്. കാടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുന്നില്ല. വണ്ടിയൊക്കെ നേരെ പോർച്ചിൽ കൊണ്ടുപോയി നിർത്താൻ സൗകര്യം ഉണ്ട്. വലിയ പോർച്ചാണ്. വലിയ വണ്ടി അടക്കം കൊണ്ടുപോയി നിർത്താൻ സൗകര്യത്തിനുള്ള നല്ലൊരു പോർച്ച് തന്നെയാണ് ഈ ഒരു വീടിന്റെ കേട്ടോ. അപ്പൊ ഇപ്പൊ നമ്മൾ വീടിന്റെ ബാക്ക് സൈഡിലാണ് ഉള്ളത് കേട്ടോ. ആദ്യം നമുക്ക് പറമ്പൊന്ന് മൊത്തത്തിലൊന്ന് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് വീടൊന്ന് കാണാൻ പോവാട്ടോ. അപ്പൊ ഈ കാണുന്ന ഇതാക്കണം, ഇതിനകത്തൊരു പുകപ്പര ഉണ്ട്. അതുപോലെ വിറകും സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാനുള്ള ഒരു ഷെഡും ഉണ്ട് ഈ ഒരു ഭാഗത്ത് കേട്ടോ. ഷീറ്റെല്ലാം ഉണക്കാനൊക്കെ നല്ലൊരു പുകപ്പരമാണെന്നുണ്ടെങ്കിൽ അതിന് ഷീറ്റ് ഉണക്കാനുള്ള സൗകര്യത്തിന് ഒരു പുകപ്പരുണ്ട്. അപ്പൊ നിങ്ങള് വരി, നമുക്ക് ഇതിലൊന്ന് പോയോക്കാം. അപ്പൊ ഇങ്ങോട്ട് വീടിന്റെ ബാക്ക് സൈഡിൽ ഇതാക്കണം, നമുക്ക് തുണിയെല്ലാം അലക്കാനുള്ള അലക്ക് കല്ലുണ്ട്. പിന്നെ വിറകോ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാനുള്ള ഒരു ഷെഡ് ഉണ്ട്. പിന്നെ അടുക്കളേന്റെ ഈ ഒരു ഭാഗത്ത് ബാക്ക് സൈഡിൽ ഡ്രസ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതവിടെ ചെറിയൊരു ഷെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു സ്റ്റോറേജ് ആയിട്ട് നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം ഷെഡായിട്ട്. പിന്നെ കോമൺ ആയിട്ട് ഉപയോഗിക്കാം. ഈ ഒരു ഭാഗത്ത് ബാത്റൂം ഉണ്ട് കേട്ടോ, പുറത്തന്നെ. പിന്നെ പറമ്പിൽ അത്യാവശ്യം കായ്ക്കുന്ന ഒരു 16ഓളം തെങ്ങുണ്ട്. വീട്ടിലെ ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാൻ തേങ്ങയും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉള്ളതാണ്. പിന്നെ നമുക്ക് നമ്മളെ ഈ ഒരു പ്ലോട്ടിന്റെ ഇവിടെ ഈ ഒരു മേലെ ഭാഗം ഫുള്ള് ലെവലായിട്ടാണ് കിടക്കുന്നത് കേട്ടോ. നിങ്ങൾ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലോട്ടായിട്ട് കൊടുക്കാൻ ചെയ്യാം. പിന്നെ നമുക്ക് അടുത്ത് വീടുകളുണ്ട്. അടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട് കേട്ടോ. ഇങ്ങോട്ടൊക്കെ
കണ്ടില്ല നിങ്ങൾ ഇവിടെയൊക്കെ നല്ല ലെവലായിട്ട് കിടക്കാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഇത് മുറിച്ച് പ്ലോട്ടായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വീടൊക്കെ വെക്കാനൊക്കെ അതിനൊക്കെ പറ്റിയ സ്ഥലമാണ്. താഴെ ഭാഗത്ത് 2 വീടൊക്കെ എന്തായാലും താഴെ ഭാഗത്തും വെക്കാം. അതുപോലെ ഈ ഒരു ഭാഗത്തും മൊത്തം 2-3 വീട് വെക്കാനുള്ള ഗ്യാപ്പ് ഇനി ഒരു പ്ലോട്ടിനകത്ത് ഉണ്ട് കേട്ടോ. അപ്പൊ ഇപ്പൊ നമ്മള് വീടിന്റെ ഒരു സൈഡിലാണ് ഇപ്പൊ നിക്കുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്തെല്ലാം അടുക്കള ഭാഗത്തെല്ലാം ഫുള്ള് ഡ്രസ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ മിറ്റൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. വല്ല പച്ചക്കറി കൃഷികളോ ഫ്രൂട്ട്സ് സാധനങ്ങളൊക്കെ നടാനുള്ള മിറ്റവും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ അതിന്റെ കായ്ക്കുന്ന പ്ലാവ് ഉണ്ട്, അതുപോലെ ഞാവൽമരമുണ്ട്, പിന്നെ നല്ല മാവുണ്ട്, കായ്ക്കുന്ന എപ്പോഴും കായ്ക്കുന്ന നല്ല മാവുണ്ട്. അത്യാവശ്യം വേണ്ട ഫ്രൂട്ട്സ് സാധനങ്ങളൊക്കെ നടാനുള്ള സൗകര്യവും ചക്കയും മാങ്ങയൊക്കെ ആയിട്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. നമുക്ക് വീടിന്റെ ഉൾവശം ഒന്ന് കാണിച്ചു കൊടുത്താലോ? അതെ, ഇനി വീടിന്റെ ആകാശം ഒന്ന് പോയി നോക്കാം നമുക്ക്. ഇനിയിപ്പോ നിങ്ങൾ ഈ ഒരു പ്ലോട്ട് എടുക്കാന്നുണ്ടെങ്കിൽ പിള്ളേരൊക്കെ സ്കൂളിലോട്ട് വിടാനുള്ള സൗകര്യത്തിന് നമുക്ക് തൊട്ടടുത്ത് വായാട്ടുപറമ്പേ തന്നെ നമുക്ക് ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട്. അതുപോലെ കരുവഞ്ചാലി 2 കിലോമീറ്റർ പോയി കരുവഞ്ചാലിൽ എത്തിക്കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട്. അതുപോലെ ഹോസ്പിറ്റൽ സൗകര്യം നമുക്ക് കരുവഞ്ചാലുണ്ട്. പിന്നെ നമുക്ക് ഇനി വീടിന്റെ ഓരോ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണട്ടോ. സിറ്റൗട്ടൊക്കെ നോക്കി ഓപ്പൺ സിറ്റൗട്ടാണ് വരുന്നത്. അതുപോലെ ഈ ഒരു ഭാഗത്ത് പോർഷൻ്റെ ഈ ഒരു ഭാഗത്ത് ഭിത്തിയിലെല്ലാം ഫുള്ള് ടൈലെല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. നല്ലൊരു കാണാനൊക്കെ നല്ല സ്റ്റൈലുള്ളൊരു വീട് തന്നെ കേട്ടോ. സിറ്റൗട്ട് ഓപ്പൺ സിറ്റൗട്ടാണ്. എല്ലാവർക്കും ഇരുന്ന് വർത്താനം പറയാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു വീട് തന്നെയാണ്. നോക്കി ഇതിന്റെ ഫ്രണ്ട് എന്നുള്ള ഒരു വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് അകത്തോട്ട് പോയി നോക്കാം. അകത്തെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പോയിട്ട് നോക്കാം. അപ്പൊ നമ്മള് സിറ്റൗട്ടും കാര്യങ്ങളൊക്കെ പുറത്തുനിന്നുള്ള ഒരു കാഴ്ചയെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഇനിയിപ്പോ നമുക്ക് അകത്തെ സൗകര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഇതാണ് ഹാളൊക്കെ നോക്കി നല്ല സൗകര്യമുള്ള വലിയ ഹാളാട്ടോ. എല്ലാവർക്കും ഇരുന്ന് സംസാരിക്കാനും ഇനിയിപ്പോ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ നടക്കാന്നുണ്ടെങ്കിലൊക്കെ എല്ലാവർക്കും കൂടാനൊക്കെ സൗകര്യമുള്ള നല്ലൊരു വീട് തന്നെയാണ്. ഹാളൊക്കെ നോക്കി എല്ലാവർക്കും ഇരിക്കാനും സൗകര്യത്തിനൊക്കെ ഉള്ള സോഫ സെറ്റും കാര്യങ്ങളൊക്കെ ഇടാനുള്ള അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ടൈലൊക്കെ നോക്കിയാൽ നല്ല വൈറ്റ് കളറിലുള്ള നല്ലൊരു ടൈൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. റൂഫ് കണ്ടില്ല, എവിടെ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല നീറ്റായി കിടക്കുന്ന ഒരു വീട് തന്നെയാണ്. നോക്കി ഹാളിൽ തന്നെ ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു വീടിന് മൊത്തം 3 ബെഡ്റൂമാണ് വരുന്നത്. ഇപ്പൊ താഴെ 2 ബെഡ്റൂമാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തും അതുപോലെ ഇവിടെയും 2 ബെഡ്റൂമാണ് വരുന്നത്. പിന്നെ റൂം മേലെയാണ് വരുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഈ റൂം ഒന്ന് കാണാം കേട്ടോ. അങ്ങോട്ട് പോവാം. അപ്പൊ അതേ റൂമൊക്കെ നോക്കിയാൽ നല്ല സൗകര്യമുള്ള റൂമാട്ടോ. ആദ്യത്തെ റൂമാണ്. കട്ടിലോ അലമാരൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഷെൽഫ് എല്ലാം ഉണ്ട്. പിന്നെ ഈ ഒരു റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. 3 റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം വരുന്നുണ്ട്. അതെ ഈ ഒരു ഭാഗത്താണ് ബാത്റൂം എല്ലാം വരുന്നത്. എവിടെ ലീക്കൊന്നും ഇല്ല കേട്ടോ. റൂഫൊക്കെ നോക്കിക്കോളി. പിന്നെ ഇത് അടുത്ത റൂം നമ്മൾ ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയാണ് വരുന്നത്. അതുപോലെ സ്റ്റെയർ വരുന്നത് നമുക്ക് ഹാളിൽ തന്നെയാണ് സ്റ്റെയറും കാര്യങ്ങളൊക്കെ. ഇപ്പൊ റൂമിന്റെ ഒക്കെ ടൈല് വേറെ ഡിസൈൻ കളറിലുള്ള ടൈലാണ് ഇട്ടിട്ടുള്ളത്. ജനല് വാതില് കട്ടില എല്ലാവിധ സാധനങ്ങളും ഫുള്ള് മരത്തിന്റെ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റെയർ ഇതാ ഹാളിൽ തന്നെയാണ്. ഇനി രണ്ടാമത്തെ റൂം ഇതേ നമ്മൾ ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയാണ് കേട്ടോ. ഇങ്ങോട്ട് പോവാ. റൂമൊക്കെ നോക്കി നേരത്തെ കണ്ട അതേപോലെയുള്ള സൗകര്യമുള്ള റൂം തന്നെയാണ്. അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്, ഷെൽഫ് ഉണ്ട്. നല്ല നീറ്റായിട്ടുള്ള നല്ലൊരു വീട് തന്നെയാണ്. ടൈലൊക്കെ ആണെങ്കിലും നല്ല ഡിസൈൻ ടൈൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. ഈ ഒരു ഭാഗത്താണ് ബാത്റൂം വരുന്നത് അറ്റാച്ച്ഡ്. ഇപ്പൊ നമ്മള് താഴത്തെ റൂമുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ താഴെ നമുക്ക് നിലവിൽ ഇപ്പൊ 2 റൂമാണുള്ളത്. ഒരു റൂം മേലാണുള്ളത്. അപ്പൊ ഇനി അടുത്ത് നമുക്ക് കാണാനുള്ള അടുക്കളയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയാണ് അടുക്കള എല്ലാം വരുന്നത്. ഇവിടെ ഡൈനിങ് ഏരിയ ആണ് കേട്ടോ. ഈ കാണുന്ന ഡൈനിങ് ഏരിയ ആണ്. 5-6 ആൾക്ക് ഇരുന്ന് കഴിക്കാനൊക്കെ സൗകര്യത്തിന് വലിയ മേശ ഇടാനുള്ള അത്ര സ്പേസിലുള്ളൊരു ഡൈനിങ് ഏരിയ തന്നെയാണ്. പിന്നെ അതുപോലെ നമുക്ക് ഇവിടെ ഒരു വർക്ക് ഏരിയ വരുന്നുണ്ട്. ഇവിടെ ഒരു സ്റ്റോർ റൂം വരുന്നുണ്ട്. അപ്പൊ ഇനി വർക്ക് ഏരിയ ഒന്ന് കാണാം. വർക്ക് ഏരിയ ഒക്കെ വലിയ വർക്ക് ഏരിയ ആണ്. പാത്രം കഴുകാനും ഒക്കെ ഉള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. വാഷിംഗ് മെഷീൻ എല്ലാം വെക്കാനുള്ള അതിനുള്ള ഒരു സൗകര്യം ഉണ്ട് അവിടെ. നിലം വേറെ ഡിസൈൻ ടൈലാണ്. പിന്നെ അത് ഈ ഒരു ഭാഗത്ത് ഭിത്തിയിൽ ഇവിടെ ഗ്രില്ലാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ നമ്മൾ ബാത്റൂം പുറത്തുനിന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പുറത്ത് കോമൺ ആയിട്ട് ഉപയോഗിക്കാനുള്ള ഒരു ബാത്റൂം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വാതിലൊക്കെ ഈ ഒരു സൈഡിൽ ഒരു വാതിൽ വരുന്നുണ്ട് പുറത്തോട്ട് ഇറങ്ങാനുള്ളതിന്. ഇനി നമുക്ക് അടുത്തത് ഈ ഒരു ഭാഗത്ത് ഇവിടെ ഒരു സ്റ്റോർ റൂം ഉണ്ട്. സ്റ്റോർ റൂമൊക്കെ നല്ല സൗകര്യമുള്ള സ്റ്റോർ റൂമാണിത്. എല്ലാ സാധനങ്ങളും എടുത്ത് വെക്കാനുള്ള റാക്ക് ഉണ്ട്. അതുപോലെ ചെറിയൊരു പാതകമായിട്ടുള്ള തട്ടുണ്ട്. പിന്നെ നമുക്ക് മലയോര ഹൈവേയുടെ സൈഡിലാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത്. അതായത് കണ്ണൂർ എയർപോർട്ട് റോഡാണ്. അത് അടുക്കളയാണ് ഈ കാണുന്നത്. അടുക്കള നല്ല സൗകര്യമുള്ള അടുക്കളയാണ്. ഈ ഒരു ഭാഗത്ത് നമുക്ക് സ്റ്റൗവും കാര്യങ്ങളെല്ലാം വെക്കാനുള്ള സൗകര്യം ഉണ്ടാവും. അതുപോലെ പാത്രം എല്ലാം വെക്കാനുള്ള പാതകവും പിന്നെ ഇതാ ഫാബ്രിക്കേഷൻ വർക്ക് പോലെ എല്ലാ സ്റ്റോറേജ് സ്പേസ് ഒക്കെ ആയിട്ട് എല്ലാ സംഭവം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഡ്രോയും എല്ലാം ഉണ്ട്. ഈ ഒരു ഭാഗത്ത് റാക്കെല്ലാം ഉണ്ട്. അപ്പൊ നമ്മൾ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ വർക്ക് ഏരിയ ആണ്. വർക്ക് ഏരിയ വലിയ വർക്ക് ഏരിയ ആയിട്ട് വിറകടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ഭാഗത്താണ് ആലുവാടുപ്പാണുള്ളത്. പിന്നെ പാതകം ഈ ഒരു ഭാഗത്ത് പാതകം ഉണ്ടാവും. പോലെ ഇപ്പുറത്തും പാതകം ഉണ്ട്. ഇഷ്ടം പോലെ നല്ല സൗകര്യം ഉണ്ട് കേട്ടോ. പാത്രം സാധനങ്ങളൊക്കെ വെക്കാൻ പാത്രം എല്ലാം കഴുകാനുള്ള സൗകര്യം ഉണ്ട്. ഈ ഒരു ഭാഗത്ത് 2 കളി 2 ഭാഗത്തും വരുന്നുണ്ട്. പിന്നെ അവിടെ ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് വർക്ക് ഏരിയയില്. നിലമൊക്കെ അതാ ഫുള്ള് വേറെ ഡിസൈൻ ടൈലാണ് ഇട്ടിട്ടുള്ളത്. ഈ ഒരു വർക്ക് ഏരിയ നമ്മൾ ഇങ്ങോട്ട് പുറത്തോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇനിയും സ്പേസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ തുണിയെല്ലാം വിരിക്കാനുള്ള
സൗകര്യത്തിന് ഇവിടെ വലിയൊരു ഹാളാക്കിയിട്ട് അതിനുള്ള തുണിയെല്ലാം വിരിക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മളെ ഈ ഒരു വീടിന്റെ സൗകര്യങ്ങള്. 3 റൂം, ഹാള്, അടുക്കള, സിറ്റൗട്ട്. ഇനി നമുക്ക് ഒരു റൂം കൂടിയും കാണാണ്ട്. 2 റൂം നമ്മൾ കണ്ടു കഴിഞ്ഞുള്ളൂ. അടുക്കളയും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല സൗകര്യമുള്ള വീടാണ്. ഒന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ഇഷ്ടപ്പെടും. നമുക്ക് മേലത്തെ റൂം ഒന്ന് പോയിട്ട് നോക്കാം. അപ്പൊ സ്റ്റെയർ ഒക്കെ ഹാളിൽ തന്നെയാണ് സ്റ്റെയർ വരുന്നത്. അപ്പൊ നമുക്ക് പോയിട്ട് നോക്കാം. നമുക്ക് അവിടുത്തെ സൗകര്യങ്ങളൊക്കെ എന്തൊക്കെയാന്നൊക്കെ ഒന്ന് കാണാം. സ്റ്റെയറിന്റെ കയ്യല്ല ഫുള്ള് നല്ല സ്റ്റീൽ വർക്കെല്ലാം ചെയ്ത് നല്ല സെറ്റ് ആയിട്ടുള്ളതാണ്. ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ 2 കളി ജനലെല്ലാം വരുന്നുണ്ട്. നല്ലൊരു വെളിച്ചവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പിന്നെ അതാ മുകളിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തും അതുപോലെ 3 കള്ളി ജനൽ ഈ ഒരു ഭാഗത്തും കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു വെളിച്ചവും കാര്യങ്ങളൊക്കെ കാറ്റും വെളിച്ചൊക്കെ തട്ടുന്ന ഒരു ഏരിയ ആണ്. ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് നല്ലൊരു ഹാൾ തന്നെ പറയാം. നമുക്ക് നല്ല സൗകര്യമുള്ള ഹാൾ. ഈ ഒരു ഭാഗത്ത് സോഫ സെറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഗസ്റ്റോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇരിക്കാനോ അതിനൊക്കെ സൗകര്യമുള്ള നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ നോക്കിയാൽ മേലെ റൂഫും കാര്യങ്ങളും എവിടെ ഒരു ലീക്കോ കാര്യമൊന്നുമില്ല. നീറ്റായിട്ടുള്ള വീടാണ്. അപ്പോൾ അടുത്ത 3ാമത്തെ റൂം ഇവിടെയാണുള്ളത് കേട്ടോ. റൂമൊക്കെ നല്ല സൗകര്യമുള്ള വലിയ റൂമാണ്. ഈ ഒരു ഭാഗത്ത് 3 കള്ളി ജനലുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്തും 2 സൈഡിലും 3 കള്ളി ജനലെല്ലാം വരുന്നുണ്ട്. ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ റൂമൊക്കെ നല്ല സൗകര്യമുള്ള റൂമാട്ടോ. പിന്നെ ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. 3 റൂമും നല്ല സൗകര്യമുള്ള റൂം തന്നെയാണ്. അപ്പൊ ഇതാക്കണം ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു വീടിന്റെ സൗകര്യങ്ങളും കാര്യങ്ങളും റൂമും സംഭവങ്ങളൊക്കെ കേട്ടോ. പിന്നെ നമുക്ക് ഇതാ ഈ ഒരു ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അവിടെയാണ് ബാൽക്കണി എല്ലാം ഉള്ളത്. ബാൽക്കണിന്ന് അങ്ങോട്ട് പുറത്തോട്ടുള്ള കാഴ്ച നോക്കി അത്യാവശ്യം നല്ല വ്യൂ ഉള്ള സ്ഥലം തന്നെ അല്ലേ. നമുക്ക് റോഡൊക്കെ ഇവിടെ തന്നെ കാണുന്നുണ്ട്. ഇഷ്ടംപോലെ വണ്ടികളൊക്കെ പോണൊക്കെ കാണാം അല്ലേ. അതെ. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മളെ ഈ ഒരു വീടിന്റെയും സ്ഥലത്തിന്റെ ഒക്കെ ഡീറ്റെയിലും കാര്യങ്ങളും അതിന്റെ ഒക്കെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീടൊക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും വിചാരിക്കണം. അപ്പൊ അങ്ങനെ നമ്മളെ സ്ഥലം കാര്യങ്ങളൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളെ കണ്ണൂർ ജില്ലയിലെ കരുവഞ്ചാൽ എന്ന് പറയുന്ന 2 കിലോമീറ്റർ മാത്രം അകലത്തിൽ മലയോര ഹൈവേയുടെ സൈഡിലാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത്. അപ്പൊ ഇതിന്റെ റേറ്റും കാര്യങ്ങളും ഡീറ്റെയിൽ ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഓണർ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. മൊത്തം 50 സെന്റ് സ്ഥലമാണ്. അതിനകത്ത് 2100 സ്ക്വയർ ഫീറ്റിൽ പണിത ഈ ഒരു വീട്. അപ്പൊ ഇതിന്റെ റേറ്റും കാര്യങ്ങളും ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഓണർ നമ്പറിൽ എത്രയും പെട്ടെന്ന് ഒന്ന് കോൺടാക്ട് ചെയ്തോളി. അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലും കാസർഗോഡ് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് വിളിക്കാൻ മറക്കണ്ട. അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ബൈ.